ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് മാന്യവികതയുടെ അനിവാര്യത ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാകട്ടെ ഈ ക്രിസ്മസ്. വിൻമൂൺ ട്രേഡിംഗ് പ്രസൻസ് BMC ഗ്ലോറിയ 2024 പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് സന്ദേശം നൽകാനായി എത്തിയിരിക്കുന്നത് ബഹ്റിൻ മലയാളികൾക്ക് ഏറെ സുപരിചിതനും മോട്ടിവേഷണൽ സ്പീക്കറും കൗൺസിലറുമായ ഡോക്ടർ ജോൺ പനക്കൽ. എത്രയും സ്നേഹത്തോടെ സന്ദേശം നൽകുവാനായി ഡോക്ടർ ജോൺ പനക്കൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ദൃശ്യ ശ്രവണ ശ്രേണിയിലൂടെ പ്രേക്ഷകർക്കായി ഒരു ലഘു സന്ദേശം നൽകുവാൻ ലഭിച്ച ഈ അവസരം ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങളുടെ മാസമാണ് ഡിസംബർ മാസം. ആഘോഷങ്ങൾക്ക് അനുരൂപ്യമായ കാലാവസ്ഥയും ആയിരക്കണക്കിന് നക്ഷത്ര വിളക്കുകൾ അന്തരീക്ഷത്തിൽ മിന്നിത്തിളങ്ങുന്ന തണുപ്പുള്ള രാത്രികളുടെ മാസമാണ് ഡിസംബർ മാസം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ പിറന്നു വീണ ഒരു അത്ഭുത ശിശുവിനെ തേടി കിഴക്കിൻ്റെ രാജാക്കന്മാർ യാത്ര പുറപ്പെട്ടപ്പോൾ അവർക്ക് വഴികാട്ടിയായി ആകാശത്തിലെ മേഘപാളികൾക്കിടയിൽ ഉദിച്ചുയർന്ന വെള്ളി നക്ഷത്രത്തെ ദൃഷ്ടാന്തീകരിക്കുന്നതാണ് ഇന്ന് നാം ഉയർത്തുന്ന നക്ഷത്ര വിളക്കുകൾ. അന്നത്തെ നക്ഷത്രം വഴി തെളിച്ച് വഴി നടത്തുന്ന നക്ഷത്രമായിരുന്നു. ഇന്നത്തെയോ വഴിതെറ്റിക്കുന്ന മദ്യശാലകളുടെ മകുടത്തിൽ പോലും നക്ഷത്ര വിളക്കുകളെ കാണാം. ആഘോഷങ്ങളുടെ പൂരമാസമായ ഡിസംബറിലാണ് ക്രൂരകൃത്യങ്ങൾ കൂടുതലും നടമാടുന്നത് എന്ന് ചരിത്രം തെളിയിക്കുന്നുണ്ട്. അന്നത്തെ നക്ഷത്രം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വിനയത്തിൻ്റെയും വെള്ളി വെളിച്ചം വീശിയിരുന്നു എങ്കിൽ ഇന്നത്തേതോ പകയുടെയും വിദ്വേഷത്തിൻ്റെയും കാപട്യത്തിൻ്റെയും നടുവിൽ കരിന്തിരിയായി നിൽക്കുന്ന മനുഷ്യക്കോലങ്ങളുടെ പ്രതീകമല്ലേ ഇന്നത്തെ നക്ഷത്രങ്ങൾ? അന്നത്തെ നക്ഷത്രം പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്നത്തേതോ ഞാനാണ് വലിയവൻ എന്ന അഹംഭാവത്തിൻ്റെ പ്രതീകങ്ങളായി ഇന്നക്ഷത്രേ നിറക്കൂട്ടുകളുള്ള നക്ഷത്രങ്ങൾ നിലകൊള്ളും. വാസ്തവത്തിൽ നക്ഷത്രം തെളിയേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ്. ഇരുളുമൂടിയ ഇടവഴികളിലൂടെ ഇടറി വീഴുന്ന മനുഷ്യാത്മാക്കൾക്ക് വെള്ളി വെളിച്ചം പകരാൻ മനുഷ്യ മനസ്സുകളിലാണ് നക്ഷത്രം തെളിയേണ്ടത്. അകതാരിൽ ഉണർവിൻ്റെ പനിനീർപ്പു വിരിയിപ്പിക്കുന്ന അത്തരം നക്ഷത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതാണ് യഥാർത്ഥ ആഘോഷം. ആഘോഷങ്ങൾ ഇന്ന് വെറും ചടങ്ങുകളാണ്. ആഘോഷങ്ങളിൽ അനുഭവം ഉണ്ടാകണം. അനുഭവങ്ങൾ മെനഞ്ഞെടുക്കുന്ന ആഘോഷങ്ങൾക്കാണ് വിലയും നിലയും. ആ ആഘോഷങ്ങളാണ് മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ആഘോഷങ്ങളായി പരിണമിക്കുന്നത്. കഴമ്പുള്ള അത്തരം ആഘോഷങ്ങൾക്ക് മുഖാന്തരങ്ങളാകുവാൻ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് പ്രാപ്തി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. ഏവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകരുന്ന
ഒരു നല്ല ക്രിസ്തുമസ് കാലം ആശംസിക്കുന്നു. വിശിഷ്യ ബഹ്റൈൻ മീഡിയ സിറ്റിക്കും അത് നയിക്കുന്ന സാരഥികൾക്കും സമൂഹത്തിന് സേവനം ചെയ്യുവാൻ കൂടുതൽ ആർജവത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് മംഗളങ്ങൾ നേരുന്നു. അനുഭവങ്ങളുടെ ആഘോഷമായി ഈ ക്രിസ്തുമസ് കാലം പരിണമിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിനീത വിധേയൻ ജോൺ പനക്കൽ. വളരെ മനോഹരമായൊരു സന്ദേശം നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട ജോൺ പനക്കൽ സാറിന് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു അതിഥിയുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.